ഓം ശ്രീകൃഷ്ണായ നമഃ. ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയത്തെ അർത്ഥത്തോടുകൂടി പഠിച്ച് അതിനെ മനസ്സിലാക്കുവാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇതുമൂലം ഉദ്ദേശിക്കുന്നത്. ശ്രീമദ് ഭാഗവത പുരാണത്തിലിരുന്നെടുത്ത കഥകളാണ് നാരായണീയത്തിലും ഉള്ളത്. ശ്രീമദ് ഭാഗവതത്തിൻ്റെ സത്താണ് നാരായണീയം. നാരായണ ഭട്ടതിരിയുടെ വിചാരശക്തി കൊണ്ടും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും രചിക്കപ്പെട്ടതാണ് നാരായണീയം എന്ന ഭക്തികാവ്യം. ഇത് നിത്യവും കുറച്ചെങ്കിലും ഭഗവാനെ അറിഞ്ഞ് ഭക്തിയോടുകൂടി പാരായണം ചെയ്യുമ്പോൾ ശരീരത്തിലും മനസ്സിലും സന്തോഷമുണ്ടായി ആരോഗ്യത്തിനെ നിലനിർത്തുന്നു. ഐശ്വര്യവും ആനന്ദവും സമാധാനവും കൊടുത്ത് അനുഗ്രഹിക്കുന്നു ശ്രീ ഗുരുവായൂരപ്പൻ. ശ്രീമദ് നാരായണീയത്തിൻ്റെ മുഖ്യത്വം കാലം കഴിയും തോറും വളരെയധികം മഹത്വം കൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതിന് നാശമില്ല. ഈ മഹത്വത്തിന് കാരണം ഭക്തന്മാരുടെ അനുഭവം തന്നെയാണ്. അതിനെ ആ അനുഗ്രഹത്തെ അനുഭവത്തിലൂടെ അറിയുവാൻ സാധ്യമാവട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ഓം ശ്രീകൃഷ്ണായ നമഃ. ദശകം 1. ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിദം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. സാന്ദ്രാനന്ദ അവബോധാത്മകം അനുപമിതം കാലദേശാമതിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനഃ ഒരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത് താവത് ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. കനത്ത ഇടമുറിയാത്ത, ഇടയ്ക്ക് മുടക്കമില്ലാത്ത ആനന്ദവും ജ്ഞാനത്തോടും കൂടിയ സ്വരൂപം. അനുപമിതം, സദൃശമായി യാതൊന്നുമില്ലാത്തതും ഒന്നുകൊണ്ടും ഉപമിക്കുവാൻ സാധ്യമല്ലാത്ത ഒരു രൂപം. കാലദേശാമതിഭ്യാം നിർമുക്തം, കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും അവധിയിൽ നിന്നും വേർപെട്ടത്. സർവവ്യാപിയായി കാണുന്നത്, കാലത്തിനോ ദേശത്തിനോ ബൗണ്ടറി ഇല്ലാത്തത്, അതിരുകൾ ഇല്ലാത്തത്. ഈ നാൾ മുതൽ ഇന്ന നാൾ വരെ എന്ന് പറയാൻ പറ്റില്ല. ഈ സമയം മുതൽ ഈ സമയം വരെ എന്ന് പറയാൻ പറ്റില്ല. ഈ ദേശം മുതൽ ഈ ദേശം വരെ എന്നും പറയാൻ പറ്റില്ല. ജഗത്തിന് കാരണമായിരിക്കുന്ന ഇത് നിർമുക്തം, സുഖദുഃഖങ്ങളുടെ അതായത് മായാബന്ധത്തിൻ്റെ സംബന്ധമില്ലാതെ നിത്യവും മുക്തമായത്, എന്നും മുക്തമായത്. നിഗമശതസഹസ്രേണ നിർഭാസ്യമാനാം, അനന്തങ്ങളായ അതായത് നൂറുകണക്കിന് വാക്യങ്ങളിൽ, ഉപനിഷത്ത് വാക്യങ്ങളിൽ തികച്ചും വ്യക്തമാക്കപ്പെട്ടതാണ്. അസ്പഷ്ടം, സ്പഷ്ടമല്ലാത്തത്. വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ സ്പഷ്ടമല്ല, തിരിച്ചറിയുവാൻ പറ്റുന്നില്ല. ദൃഷ്ടമാത്രേ പുനഃ, പക്ഷെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഒരു പുരുഷാർത്ഥാത്മകം, വലിയ പുരുഷാർത്ഥമാകുന്നതായ തദ്ബ്രഹ്മതത്വം, ബ്രഹ്മമെന്ന പ്രസിദ്ധമായ ആ പരമാർത്ഥ വസ്തു ഗുരുഭവനപുരേ താവൻ സാക്ഷാത് ഭാതി. സ്പഷ്ടമല്ലാത്ത പരമാർത്ഥ വസ്തുവിനെ സ്പഷ്ടമായി തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ വിളങ്ങുന്നു. ഹന്തഭാഗ്യം ജനാനാം. അഹോ, കലിയുഗത്തിലെ ജനങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണിത്. ദുഃഖം കലരാത്തതും ഇടയ്ക്ക് മുടക്കമില്ലാത്തതും വേറെ ഒന്നിൽ നിന്നും ലഭിക്കാത്തതുമായ നിത്യാനന്ദവും യാതൊന്നിനെയും വിഷയീകരിക്കാനാവാത്ത നിത്യവുമായ ജ്ഞാനമാകുന്ന ആ സ്വരൂപത്തോടു കൂടിയതും
വലിയ പുരുഷാർത്ഥമാകുന്നതുമായ ആ പ്രസിദ്ധമായ ബ്രഹ്മം എന്ന പരമാർത്ഥ വസ്തു, അത് വാസ്തവത്തിലുള്ളതാണ്, നിത്യവും സത്യവുമായിട്ടുള്ളതാണ്. ഇതിനെ യാതൊന്നുകൊണ്ടും ഉപമിക്കുവാൻ നിവൃത്തിയില്ലാത്തതാണ്. അതായത് സജാതീയമായോ വിജാതീയമായോ യാതൊരു പദാർത്ഥവും ഈ ലോകത്തിലില്ലാത്തതിനാൽ യാതൊന്നിനോടും ഉപമിക്കുവാനാവില്ല. എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉള്ളതാണ്. അതിനാൽ കാലത്തിനും ദേശത്തിനും അതിരില്ലാത്തതാണ് ഈ ശക്തി. ഇന്നപ്പോൾ മുതൽ ഇന്നപ്പോൾ വരെ ഉള്ളതാണ്, ഇന്ന സ്ഥലം മുതൽ ഇന്ന സ്ഥലം വരെ ഉള്ളതാണ് എന്ന് പറയുവാൻ സാധ്യമല്ല. സർവവ്യാപിയാണ്, അതിർവരമ്പുകളില്ല. അതിനാൽ തന്നെ സകല ജഗത്തിനും കാരണമായും മായയോ മായാകാര്യങ്ങളോ സംബന്ധിക്കാത്തതുമാണ്. ഇവയെല്ലാം ഉപനിഷത്ത് ശ്രുതിവാക്യങ്ങളാൽ തികച്ചും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാലും സ്പഷ്ടമല്ലാത്തത് ആയതുകൊണ്ട് ഒരിക്കൽ അതിനെ അനുഭവപ്പെടുത്തുവാൻ കഴിഞ്ഞാൽ മോക്ഷസ്വരൂപമായിരിക്കുന്ന പരമാർത്ഥ വസ്തുവായ ആ ബ്രഹ്മം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രത്യക്ഷമായി വിളങ്ങുന്നുണ്ട്. ആഹോ, ജനങ്ങളുടെ ഒരു ഭാഗ്യം. ഹന്തഭാഗ്യം ജനാനാം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിദം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ശ്ലോകം 2. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേതാവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശ്ശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. ഏവം ദുർലഭ്യവസ്തുനി അപി സുലഭതയാ ഹസ്തലബ്ധേ യത് അന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദ ജനഃ ക്ഷുദ്രതാ ഏവ സ്ഫുടേയം. ഏതേ താവത് വയന്തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശ്ശേഷാത്മാനം ഏനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമഹ. ദുർലഭ്യവസ്തുനി അപി, ദുർലഭമായ ഒരു വസ്തുവാണെങ്കിലും, ഈ ബ്രഹ്മം ദുർലഭമായ ഒരു വസ്തുവാണെങ്കിലും, ഏവം സുലഭതയ ഹസ്തലബ്ധേ, ഇങ്ങനെ സുലഭമായിട്ട് കയ്യിൽ കിട്ടിയിരിക്കെ, ജനക അന്യത് തന്വാ വാചാ ധിയാ വ ബദ ഭജതി യത് ഇയം, ജനങ്ങൾ വേറെ വല്ലതിനെയും, അതായത് വേറെ ഉപാധിയെ ശരീരം കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ ആശ്രയിക്കുന്നത് എന്നത് കഷ്ടമാണ്. സ്ഫുട ക്ഷുദ്രത ഏവ, സ്പഷ്ടമായ വകതിരിവില്ലായ്മ തന്നെയാകുന്നു, കൊള്ളരുതായ്മ തന്നെയാകുന്നു. ഏതേ വയം തു താവത്, ഈ ഭഗവത് ഭക്തന്മാരാകട്ടെ സ്ഥിരതര മനസ, മനസ്ഥൈര്യത്തോടെ ഉറപ്പായ മനസ്സോടെ, വിശ്വപീഡാപഹത്യൈഹി, എല്ലാ പീഡകളുടെയും അറുതിക്കായി, നാശത്തിനായി, നിശേഷാത്മാനം ഏനം ഗുരുപവനപുരാധീശം ഏവ ആശ്രയാമഹ, സർവാത്മാവായ ഈ ഗുരുവായൂരപ്പനെ തന്നെ ആശ്രയിച്ചു കൊള്ളുന്നു. സാധന ചെയ്ത് സമ്പന്നമായി തീരുന്ന മുനികൾ സദ്ഗുരുവിങ്കിൽ നിന്നും വേദവാക്യങ്ങളെ ശ്രവിച്ച്
യുക്തി കൊണ്ട് പരിചിന്തനം ചെയ്ത് ധ്യാനത്താൽ അനുഭവപ്പെടുത്തി സാക്ഷാത്കരിക്കേണ്ട ദുർലഭമായ പരമാർത്ഥ വസ്തു ഇപ്രകാരം നമുക്ക് എളുപ്പത്തിൽ അനായാസേന ബുദ്ധിമുട്ട് കൂടാതെ കയ്യിൽ കിട്ടിയിരിക്കുമ്പോൾ ജനങ്ങൾ മറ്റു വിഷയങ്ങളെ ആശ്രയിക്കുന്നുവല്ലോ. ജനങ്ങൾ ശരീരം കൊണ്ടും വാക്കുകൾ കൊണ്ടും മനസ്സുകൊണ്ടും മറ്റു ദേവന്മാരെ ഭജിക്കുന്നുവല്ലോ, വിഷയസുഖങ്ങളെ അനുഭവിക്കുന്നുവല്ലോ. കഷ്ടം! ഇത് വകതിരിവില്ലായ്മ തന്നെ, സംശയമില്ല. എന്നാൽ ഈ നാമാകട്ടെ ഈ ഭഗവത് ഭജനം തന്നെയാണ് ശ്രേയസ്കരമെന്നുള്ള ഉറപ്പോടുകൂടി, ഉറച്ച വിശ്വാസത്തോടുകൂടി സകല ദുഃഖങ്ങളുടെയും ശാന്തിക്കായി ഭജിക്കുന്നു. എങ്ങനെയുള്ള ഭഗവാനെ ഭജിക്കുന്നു? ജഗത്തിനും സകല ചരാചരങ്ങൾക്കും കാരണമായിട്ടുള്ളതും സർവരുടെയും അന്തര്യാമിയായിരിക്കുന്ന ഗുരുവായൂരപ്പനെ ഭജിക്കുകയാണ് ചെയ്യുന്നത്. ഏവം ദുർലഭ്യവസ്തുന്യഭിസുലഭതയാ ഹസ്തലബ്ധേയതന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേതാവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै നിശ്ശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. ശ്ലോകം 3. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദ്യദച്ഛാദിതപരസുഖജിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. സത്വം യത് തത് പരാഭ്യാം അപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈഃ ഭൂതേന്ദ്രിയൈഃ തേ വപുഃ ഇതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തത് സ്വച്ഛത്വാത് യത് അച്ഛാദിത പരസുഖ ചിത് ഗർഭ നിർഭാസരൂപം തസ്മിൻ ധന്യഃ രമന്തെ ശ്രുതിമതി മധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. തത് പരാഭ്യാം അപരികലനതഃ അതിൽ നിന്നും രജസ്സിൻ്റെയും തമസ്സിൻ്റെയും കൂടിച്ചേരൽ ഇല്ലാത്തതിനാൽ നിർമ്മലം യത് സത്വം ശുദ്ധമായ യാതൊരു സത്വഗുണമുണ്ടോ തേന താവത് ഭൂതൈഃ അതുകൊണ്ട് തന്നെ ഉണ്ടായ ഭൂതേന്ദ്രിയൈഃ പഞ്ചഭൂതങ്ങളെ കൊണ്ടും ഇന്ദ്രിയങ്ങളെ കൊണ്ടുമാകുന്നു. തേ വപുഃ ഇതി അങ്ങയുടെ ഈ ലീലാ ശരീരം എന്നത് വ്യാസവാക്യം ബഹുശഃ ശ്രൂയതേ വ്യാസഭഗവാൻ പല പ്രാവശ്യം പറഞ്ഞതായി അറിയുന്നു, കേൾക്കുന്നു. തത് സ്വച്ഛത്വാത് നിർമ്മലമായതുകൊണ്ട് യത് യാതൊരു ശരീരം വപുസ് അച്ഛാദി പരസുഖ ചിത് ഗർഭ നിർഭാസരൂപം അച്ഛാദി മറവില്ലാത്തത്, ശ്രേഷ്ഠമായത് പരസുഖം ശ്രേഷ്ഠമായത്, ചിത് ഗർഭ നിർഭാസരൂപം ആനന്ദമായതും ചൈതന്യമായതുമായ, അതായത് പ്രകാശമായതുമായി ഉള്ളിൽ ഗർഭഗൃഹത്തിൽ നന്നായി വിളങ്ങുന്ന രൂപമുള്ളതാകുന്നുവോ ആ ഭഗവാന്റെ രൂപത്തെ ശ്രുതി മതി മധുരേ സുഗ്രഹേ തസ്മിൻ തേ വിഗ്രഹ കേൾക്കുമ്പോഴും സ്മരിക്കുമ്പോഴും ആനന്ദത്തെ നൽകുന്നതും എളുപ്പത്തിൽ ഗ്രഹിക്കാവുന്നതുമായ അങ്ങയുടെ ആ വിഗ്രഹത്തിങ്കൽ ആ തിരുവുടലിൽ ധന്യാഹ രമന്തേ ഭാഗ്യശാലികളായ ജനങ്ങൾ രമിച്ചു കൊണ്ടിരിക്കുന്നു, ആനന്ദിച്ചു കൊണ്ടിരിക്കുന്നു. രജസ്സുകൊണ്ടും തമസ്സുകൊണ്ടുമുള്ള പ്രകൃതി ഗുണങ്ങൾ കൊണ്ട് കലർപ്പില്ലാത്ത ശുദ്ധ സത്വഗുണം കൊണ്ടുണ്ടായ
പഞ്ചഭൂതങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണൻ മുതലായവയെ കൊണ്ടാണ് അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് അങ്ങയുടെ ലീലാശരീരം ഉണ്ടായിട്ടുള്ളതാണ് എന്ന് പലയിടത്തും വ്യാസഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുള്ള ശരീരം? നിർമ്മലമായ ഒരു കണ്ണാടിയിൽ പ്രതിബിംബം എങ്ങനെ ഉണ്ടാകുമോ, എങ്ങനെ ആ പ്രതിബിംബത്തിനെ കാണുവാൻ പറ്റുമോ, അതുപോലെ ഭഗവാന്റെ വൈകുണ്ഠ സ്വരൂപം ചിദാനന്ദ രൂപമായി ബ്രഹ്മത്തിൻ്റെ ചൈതന്യത്താൽ മറവില്ലാതെ ആനന്ദമയമായും ചൈതന്യമയമായും പരിണമിച്ചിരിക്കുന്നു. വ്യാസഭഗവാന്റെ ശ്രുതികൾ കേൾക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും തടസ്സങ്ങളില്ലാത്ത, എതിരില്ലാത്ത ആനന്ദത്തെ തരുന്നു. ധ്യാനിക്കുവാൻ എളുപ്പമായതുമാണ്. അങ്ങനെയെല്ലാമുള്ള ശ്രേഷ്ഠമായ അങ്ങയുടെ വിഗ്രഹത്തിൽ ഭക്തിമാർഗത്തെ ആശ്രയിക്കുന്ന ഭാഗ്യവാന്മാർ ഭഗവത് സ്വരൂപത്തിൽ രമിക്കുന്നവരാകുന്നു. ഭഗവാന്റെ സ്വരൂപം ശുദ്ധ സത്വാത്മകമാകുന്നു. ആകയാൽ അത് ചിദാനന്ദമയമാണ്. ശ്രവണ മനനങ്ങൾക്ക് രുചികരമായ ആ ഭഗവത് സ്വരൂപത്തിൽ രമിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദ്യദച്ഛാദിതപരസുഖജിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. ശ്ലോകം 4. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ. കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചഃ ത്വത്കലാസ്വേവ ഭൂമൻ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മ സിന്ധൗ. കല്ലോലുല്ലാസതുല്യം ഖലു വിമലതരം സത്വം ആഹു തദ് താ ആത്മാ. കസ്മാത് നഹ നോ നിഷ്കളക ത്വം സകള ഇതി വചഃ ത്വത് കലാസു ഏവ ഭൂമൻ. നിഷ്കമ്പേ അനക്കമില്ലാത്തത്, ഒരിക്കലും മാറാത്തത്. നിത്യപൂർണേ എന്നും നിറഞ്ഞതും പൂർണ്ണമായിട്ടുള്ളതും. നിരവധി പരമാനന്ദ പീയൂഷരൂപേ അവസാനമില്ലാത്ത പരമാനന്ദമാകുന്ന, ഒന്നുകൊണ്ടും പരിച്ഛേദിക്കുവാൻ പറ്റാത്ത ആ പരമാനന്ദാമൃതമാകുന്ന സ്വരൂപത്തോടു കൂടിയതും. നിർലീനാനേകമുക്താവലി സുഭഗതമേ കണക്കറ്റ, അതായത് അനേകം മുക്തന്മാരുടെ സമൂഹം ഇതിൽ ഈ ബ്രഹ്മത്തിൽ ലയിച്ചിട്ടുള്ളതിനാൽ അത്യന്തം ശുഭമായിട്ടുള്ളതും, അതായത് മായയുടെയോ ഒന്നും ബന്ധമില്ലാത്തതായ ആ ബ്രഹ്മം നിർമ്മല ബ്രഹ്മസിന്ധു, ശുദ്ധ സത്വാത്മകമായ ബ്രഹ്മമാകുന്ന സമുദ്രത്തിലെ കല്ലോലുല്ലാസതുല്യം, തിരയടിക്ക് തുല്യമാണ്. വിമലതരം സത്വം, ഏറ്റവും ശുദ്ധമായ സത്വഗുണം എന്ന് ആഹുഹു ഖലു അറിവുള്ളവർ പറയുന്നുവല്ലോ. തഥാത്മാ ത്വം കസ്മാത് നോ നിഷ്കളക. താദൃശ സത്വസ്വരൂപനായ അവിടുന്ന് എന്ത് കാരണത്താൽ നിഷ്കളനാകുന്നില്ല? നിഷ്കളൻ തന്നെയാണ്. ഭൂമൻ എല്ലായിടത്തും നിറഞ്ഞവനെ. സകള ഇതി വചഃ ത്വത് കലാസു ഏവ.
സകള എന്ന ചൊല്ല് അവിടുത്തെ കലകളിലാകുന്നു, കലകളെ വിഷയമാക്കിക്കൊണ്ടാകുന്നു. മുക്താവലി മുക്തന്മാരുടെ സമൂഹമെന്നും മുത്തുമണികളുടെ കൂട്ടം എന്നും പറയപ്പെടുന്നുണ്ട്. ഒരിക്കലും യാതൊരു ഭാവഭേദവുമില്ലാത്തതാണ്, മൊത്തം ഒന്നായിട്ടുള്ളതാണ് ഭഗവാന്റെ ആ സ്വരൂപം. ബ്രഹ്മം എന്ന സ്വരൂപം കാലം കൊണ്ടോ ദേശം കൊണ്ടോ യാതൊരു ഉപാധികളെ കൊണ്ടോ പരിച്ഛേദിക്കുവാൻ സാധിക്കാത്തതുമാണ്. ഇങ്ങനെയുള്ള പരമാനന്ദാമൃതമാകുന്ന സ്വരൂപത്തോടു കൂടിയതാണ് ഈ ബ്രഹ്മം. മുക്തരായ അനേകം ജീവാത്മാക്കൾ ലയിച്ചിട്ടുള്ള സുന്ദരമായ ആ ബ്രഹ്മത്തെ സമുദ്രമായി വിചാരിച്ചാൽ ഗംഭീരമാണ്. മഴ, വെള്ളപ്പൊക്കം മുതലായവ കൊണ്ട് കൂടുകയോ വേനൽ മുതലായവയെ കൊണ്ട് കുറയുകയോ ചെയ്യാത്ത സമുദ്രം പോലെ. ആ സമുദ്രം എങ്ങനെയുള്ളതാണ്? അമൃതിൻ്റെ ഉദ്ഭവസ്ഥാനമാണ്. ഒളിഞ്ഞു കിടക്കുന്ന അനവധി മുത്തുകളെ കൊണ്ട് സുന്ദരമാണ്, കലക്കമില്ലാത്തതാണ്. നിർമ്മലമായ സത്വഗുണം അതിൻ്റെ തിരയിലുമുണ്ട്. ശാന്തമായതുമായ സമുദ്രത്തെയും ബ്രഹ്മത്തെയും താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു ആചാര്യന്മാർ. സമുദ്രത്തിൽ നിന്നും വരുന്ന അലകളിലെ വെള്ളത്തിനും സമുദ്രത്തിലെ വെള്ളത്തിനും ഒരു മാറ്റവും ഒരു വ്യത്യാസവും ഉണ്ടാവുന്നില്ല. ഗുണങ്ങൾ ഒന്നു തന്നെയാണ്. ഇതുപോലെ ശുദ്ധസത്വത്തിനും നിഷ്കള ബ്രഹ്മത്തിനും, അതായത് നിർമ്മല ബ്രഹ്മത്തിനും വ്യത്യാസമില്ല. ബ്രഹ്മവും ശുദ്ധ സത്വമയമാണ്. ഭഗവാൻ ശ്രീ ഗുരുവായൂരപ്പൻ്റെ മൂർത്തി ശുദ്ധ സത്വമയമാണ്. അതിനാൽ ബ്രഹ്മവും നിഷ്കളങ്കമാണ്, കളങ്കമില്ലാത്തത്. അപ്പോൾ ഭഗവാന്റെ മൂർത്തിയും കളങ്കമില്ലാത്തതാണ്. നിഷ്കള ബ്രഹ്മമല്ല എന്ന് എങ്ങനെ പറയുവാൻ പറ്റും? നിഷ്കളം തന്നെ. സമുദ്രത്തിൽ നിന്നും വരുന്ന തിരമാലകൾ പോലെ ബ്രഹ്മത്തിൽ നിന്നും വന്ന മൂർത്തിഭാവമാണ് ഭഗവാന്റെ സ്വരൂപം ഇപ്പോൾ ഗുരുവായൂരിൽ വിളങ്ങുന്നത്. അതിന് കളങ്കമില്ല. സകളം, കലർപ്പുള്ളത്. കളങ്കം എന്നത് ഭഗവാന്റെ അംശാവതാരങ്ങൾക്ക് മാത്രമാണ് ബാധകം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചഃ ത്വത്കലാസ്വേവ ഭൂമൻ. ശ്ലോകം 5. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യൽക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാസം ശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാഗുണ്ഠ വൈകുണ്ഠരൂപം. നിർവ്യാപാരഃ അപി നിഷ്കാരണം അജ ഭജസേ യത് ക്രിയാം ഈഷണാഖ്യാം തേന ഏവ ഉദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാദി കൽപ്പാദികാലേ തസ്യാഹ സംശുദ്ധമംശം കമപി തമഃ അതിരോധായകം സത്വരൂപം സഹ ത്വാം ധൃത്വാ ദദാസി സ്വമഹിമ വിഭാവകുണ്ഠ. ഹേ അജഹ, ജന്മമില്ലാത്തവനെ, ശാശ്വതമായവനെ, ത്വം നിർവ്യാപാരഃ അപി, അങ്ങ് സ്വതവേ ഒരു ചേഷ്ടയില്ലാത്തവനാകുന്നു. എങ്കിലും നിഷ്കാരണം, വ്യക്തമായ ഒരു കാരണവും കൂടാതെ, ഈഷണാഖ്യാം ക്രിയാം ഭജസേ യത്, ഈക്ഷണം എന്ന ചേഷ്ടയെ കൈക്കൊണ്ട്, അതായത് നോക്കുക, നോട്ടമേൽപ്പിക്കുക എന്ന ഒരു ക്രിയയെ സ്വീകരിച്ചതിനാൽ, അതായത് നോക്കിയതിനാൽ മായ ഉണർന്ന് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. തേന ഏവഹ, അതിനാൽ തന്നെയാണ്
അസതി കൽപ്പ അഭിലീന പ്രകൃതി, ഇല്ലാത്തതായി തോന്നിയിരുന്നുവെങ്കിലും, അതായത് ഈ കൽപ്പത്തിനു മുമ്പ് പ്രകൃതി അങ്ങയിൽ ലയിച്ചു കിടന്നിരുന്ന സമയം, മായയാൽ മറഞ്ഞിരുന്ന സമയം, കൽപ്പാദികാലേ, കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ, കൽപ്പം എന്ന് പറഞ്ഞ ഒരു കാലഘട്ടം, ഉദേതി, ഉയർന്നെഴുന്നേൽക്കുന്നത്, സ്വമഹിമ വിഭാവകുണ്ഠ, തൻ്റെ സ്വന്തം മഹിമയാൽ ഒന്നിലും അടങ്ങിക്കിടക്കുവാൻ പറ്റാത്തതായ ഭഗവാനെ, സർവവ്യാപിയും സർവശക്തനുമായ ഭഗവാനെ, വൈകുണ്ഠ, വൈകുണ്ഠവാസിയായ മഹാവിഷ്ണു, വൈകുണ്ഠമെന്നാൽ കുണ്ഠമില്ലാത്തത്, ദുഃഖമില്ലാത്തത്, സഹ ത്വം, ആ അങ്ങ്, തസ്വാഹ അതിരോധായകം സംശുദ്ധം സത്വരൂപം കമപി, ആ പ്രകൃതിയുടെ, അതായത് മായയുടെ നെയും മറയ്ക്കാത്തതും ഒട്ടും കലർപ്പില്ലാതെ ശുദ്ധമായതുമായ അംശം ധൃത്വ, അംശത്തെ തന്നെ കൈക്കൊണ്ട്, രൂപം ദധാസി, രൂപത്തെ ധരിക്കുന്നു, സകളനായിരിക്കുന്നു. അല്ലയോ ജന്മമില്ലാത്തവനെ, നിത്യമായവനെ എന്നർത്ഥം. അങ്ങ് യാതൊരു പ്രവൃത്തിയും ചെയ്യാത്തവനാണെങ്കിലും വ്യക്തമായ ഒരു കാരണവും കൂടാതെ ഈക്ഷണം, അതായത് നോട്ടം, നോക്കുക എന്ന ക്രിയയെ ചെയ്തുകൊണ്ട് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നിർണയിക്കുവാൻ കഴിയാത്ത നിലയിൽ നിന്നിൽ ലയിച്ചിരിക്കുന്നതുമായ ബ്രഹ്മാവിൻ്റെ പകലിൻ്റെ ആരംഭത്തിൽ, അതായത് പത്മകൽപ്പത്തിൻ്റെ ആരംഭത്തിൽ വെളിപ്പെടുത്തുന്നു. തൻ്റെ മഹിമയാൽ, അതായത് യോഗ ഐശ്വര്യ ബലത്താൽ സർവശക്തനായിരിക്കുന്ന വൈകുണ്ഠ, വൈകുണ്ഠ എന്നാൽ ആനന്ദത്തെ നൽകുന്ന ഒരു ശക്തി സ്വരൂപം, അതാണ് ശ്രീ ഗുരുവായൂരപ്പൻ. കുണ്ഠം എന്നാൽ ദുഃഖം, വൈകുണ്ഠം എന്നാൽ ദുഃഖമില്ലാതെ ആനന്ദത്തെ അനുഭവിക്കുന്ന സ്ഥലം. ഗുരുവായൂരപ്പൻ ആ മായയുടെ ശുദ്ധ സത്വസ്വരൂപനും ആയതുകൊണ്ട് തന്നെ മറവിന് കാരണമാവാത്തതും സ്പഷ്ടമായി കാണത്തക്ക രീതിയിൽ ഒരു അംശത്തെ സ്വീകരിച്ചിട്ട് രൂപത്തെ കൈക്കൊള്ളുന്നു. ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്ന് നിർണയിക്കുവാൻ പറ്റാത്ത നിലയിൽ അണ്ഡത്തിൽ ലയിച്ചിരുന്ന ബ്രഹ്മം കൽപ്പത്തിൻ്റെ ആരംഭത്തിൽ രൂപമെടുത്ത് പ്രത്യക്ഷമായി. ഒരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. ഒരു മരത്തിൻ്റെ വിത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നറിയാത്ത നിലയിൽ ഒളിച്ചിരിക്കുന്ന ആ ശക്തി ജലത്തിൻ്റെ സ്പർശത്താൽ പൊട്ടിമുളച്ച് ചെടിയായി രൂപമെടുത്ത് പ്രത്യക്ഷമാകുന്നത് പോലെ കൽപ്പാരംഭത്തിൽ മറഞ്ഞിരുന്ന ബ്രഹ്മം ഈക്ഷണം എന്ന നോട്ടം, നോക്കുക എന്ന ക്രിയയെ സ്വീകരിച്ചതിനാൽ പ്രകൃതി ഉണർന്ന് പ്രവർത്തിച്ചു. മൂടിമറിഞ്ഞിരുന്ന ബ്രഹ്മം, അതായത് മഹാവിഷ്ണു, എല്ലായിടത്തും നിറഞ്ഞ് എല്ലാമായി തീർന്നു എന്ന് വിവരിക്കുന്നു. ഏതുപോലെ എന്നാൽ, ഉദാഹരണം, മറഞ്ഞിരുന്ന സൂര്യൻ പകലിൻ്റെ ആരംഭത്തിൽ ഒരു നോട്ടത്തിനാൽ പുറമേ കാണുമ്പോൾ എല്ലായിടത്തും പ്രകാശത്തെ നിറയ്ക്കുന്നു. ഉടൻ പ്രകൃതിയിലെ ജീവജാലങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കും. സൂര്യൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല എങ്കിലും പ്രകൃതിയെ പ്രവർത്തിപ്പിക്കുന്നു. എല്ലാ ജീവജാലങ്ങളും ഉണർന്ന് പ്രവർത്തിക്കുന്നു. ഭഗവാൻ ഒരു കർമ്മവും ചെയ്യുന്നില്ല എങ്കിലും ഒരു നോട്ടം കൊണ്ട്, ഒരു ചലനം കൊണ്ട് എല്ലാ ജീവജാലങ്ങളെയും പ്രകൃതിയെ തന്നെ പ്രവർത്തിപ്പിക്കുന്നു. അങ്ങനെ ശക്തിസ്വരൂപമായ മഹാവിഷ്ണുവിൻ്റെ രൂപമെടുത്തു വന്ന ശ്രീ ഗുരുവായൂരപ്പനെ ഞാൻ ധ്യാനിക്കുന്നു. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേയൽ ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ തസ്യാസം ശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ശ്ലോകം 6. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലീകേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം
ലക്ഷ്മീനിശങ്കലീലാനിലയനമമൃതസ്യന്തസന്തോഹമന്ദ സിഞ്ചത്സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. തത്തേ പ്രത്യഘ്രധാരാധരലളിതകലായാവലീകേളീകാരം ലാവണ്യസ്യ ഏകസാരം സുഹൃദിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീനിശങ്കലീലാനിലയനം അമൃതസ്യന്തസന്തോഹം അന്ത സിഞ്ചത് സഞ്ചിന്തകാനാം വപുഃ അനുകലയേ മാരുതാകാരനാഥ. പ്രത്യഘ്രധാരാധരലളിതകലായാവലീകേളീകാരം. പുതിയ കാർമേഘങ്ങളുടെയും നീലനിറത്തിൽ ചന്തമാർന്ന് വിരിഞ്ഞു നിൽക്കുന്ന കായാമ്പൂ പൂക്കളുടെയും വിളയാട്ടം കാട്ടുന്നതുമായ രണ്ടിനും തുല്യമായി ഉള്ള നീലനിറമുള്ളതുമായ ലാവണ്യസ്യ ഏകസാരം, ലാവണ്യത്തിൻ്റെ സത്തായും ആ പളപളപ്പായും സുഹൃതിജനദൃശാം പൂർണ്ണ പുണ്യാവതാരം, സുഹൃതം ചെയ്തവരുടെ കണ്ണുകൾക്ക് നിറഞ്ഞ പുണ്യം തന്നെയാണ് അങ്ങനെ അവതരിച്ചതാണ്. ഭാഗ്യവാന്മാരുടെ കണ്ണുകൾക്ക് പരിപൂർണ പുണ്യഫലം നൽകുന്നു. ലക്ഷ്മി നിശങ്കലീലാനിലയം, മഹാലക്ഷ്മിക്ക് കൂസൽ കൂടാതെ ഒട്ടും സംശയം കൂടാതെ വിളയാടുവാനുള്ള വസിക്കുവാനുള്ള സ്ഥാനമായതും സഞ്ചിന്തകാനാം അന്തഃ അമൃതസ്യന്തസന്തോഷം സിഞ്ചിത്, ധ്യാനത്തിൽ രമിച്ചിരിക്കുന്നവരുടെ ഉള്ളിൽ അമൃതധാരയായി വർഷിക്കുന്നതുമായ തത്തേ വപുഃ, അങ്ങയുടെ ശരീരത്തെ മാരുതാകാരനാഥ, അല്ലയോ ഗുരുവായൂരപ്പ, അനുകലയെ ഞാൻ നിരന്തരമായി ധ്യാനിച്ചു കൊള്ളുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, ഇങ്ങനെ ദർശനം നൽകുന്ന ഭഗവാൻ പുതുകാർമേഘം പോലെ നീലനിറമുള്ളതും പുതിയതായ നീലനിറത്തിലുള്ള കായാമ്പൂക്കൂട്ടത്തോടെയുമുള്ള നീലനിറമുള്ളതും ആയ ഭഗവാന്റെ ശരീരം അതെങ്ങനെ ദർശിക്കുന്നു? അഴകിൻ്റെ സാരസർവസ്വവും ഭാഗ്യവാന്മാരുടെ കണ്ണുകൾക്ക് പരിപൂർണ പുണ്യഫലവും ലക്ഷ്മീദേവിക്ക് നിശ്ശംഖമായി വിളയാടുന്നതിനുള്ള ഭവനമായും ധ്യാനിക്കുന്നവരുടെ ഹൃദയത്തിൽ ബ്രഹ്മാനന്ദാമൃതധാരയെ വർഷിക്കുന്നതുമായ അങ്ങയുടെ ആ ശരീരത്തെ ഞാൻ ധ്യാനിക്കുന്നു. നീലനിറത്തിൽ അഴക് തുമ്പി നിറഞ്ഞിരിക്കുന്ന പുണ്യവാന്മാർക്ക് മാത്രം പുണ്യഫലം നൽകുന്ന ഭഗവാന്റെ രൂപത്തെ ധ്യാനിക്കുന്നവരുടെ ഹൃദയത്തിൽ ബ്രഹ്മാനന്ദാമൃതമായി സ്ഥിതി ചെയ്യുന്നവനുമായ ഗുരുവായൂരപ്പ, എപ്പോഴും ആ ശരീരത്തെ ഞാൻ ധ്യാനിക്കുന്നു. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലീകേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃതിജനദൃശാം പൂർണ്ണപുണ്യാവതാരം ലക്ഷ്മീനിശങ്കലീലാനിലയനമമൃതസ്യന്തസന്തോഹമന്ദ സിഞ്ചത്സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. ശ്ലോകം 7. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതരഭവഖേദാവഹാ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവ മദ്യാഭിജാനേ नो चेज्जीवा कथं वा मधुरतरमिदं त्वद्वपुश्चिद्रसार्द्रं नेत्रैः श्रोत्रैश्च पीत्वा परमरससुधाम्भोधिपूरे रमेरन्. കഷ്ടാ തേ സൃഷ്ടിചേഷ്ടാ ബഹുധരഭവഖേദാവഹ ജീവഭാജ ഇതി ഏവം പൂർവം ആലോചിതം അജിത മയാ ന ഏവം അദ്യ അഭിജാനേ നോ ചേത് ജീവാഃ കഥം വാ മധുരതരം ഇദം ത്വത് വപുഃ ചിത് രസാർദ്രം നേത്രൈഃ ശ്രോത്രൈഃ ച പീത്വാ
പരമരസസുധാംബോധിപുരേ രമേരൻ. ഹേ അജിത, അല്ലയോ അജിത, യാതൊന്നിനാലും കീഴടക്കപ്പെടാത്തവൻ, എപ്പോഴും എപ്പോഴും ജയിച്ചു കൊണ്ടിരിക്കുന്നവൻ. തേ സൃഷ്ടിചേഷ്ടാ കഷ്ടം, അങ്ങയുടെ സൃഷ്ടികർമ്മം ദുസ്സഹമാണ്, കഷ്ടമാണ്. എന്തുകൊണ്ടെന്നാൽ ജീവഭാജാം, അത് ജീവികൾക്ക് ബഹുധര ഭവഖേദാവഹ, വളരെയധികം സംസാര ദുഃഖങ്ങളെ ഉളവാക്കുന്നതാണ്. ദുഃഖങ്ങൾ അനുഭവപ്പെടുന്നു. ഇത് ഏവം, എന്നിങ്ങനെ മയാ പൂർവം ആലോചിതം, ഞാൻ മുമ്പ് കരുതിയിരുന്നത്, അദ്യ ന ഏവം അഭിജാനെ, ഇപ്പോൾ ഞാൻ അങ്ങനെ കരുതുന്നില്ല, ആ വിധമല്ല വിചാരിക്കുന്നത്. നോ ചേത്, ഇല്ല എങ്കിൽ, ഇങ്ങനെ സൃഷ്ടി ചെയ്യുന്നില്ല എങ്കിൽ, ജീവാഹ കഥം വാ, ജീവികൾ എങ്ങനെയാണ്, ഛിദ്രസാർദ്രം മധുരതരം ഇതം ത്വദ്വപുഃ, ചിത്തരസവും അതായത് ജ്ഞാനവും ആനന്ദവും നൽകുന്നതുമാകയാൽ അത്യന്തം കൗതുകപ്രദമായ ഈ അങ്ങയുടെ ശരീരത്തെ നേത്രൈഹി ശ്രോത്രൈഹി പീത്വ, നേത്ര ഇന്ദ്രിയങ്ങളാലും ശ്രോത്ര ഇന്ദ്രിയങ്ങളാലും പാനം ചെയ്തിട്ട്, അതായത് കണ്ണുകൊണ്ടും കാതുകൊണ്ടും ആസ്വദിച്ചുകൊണ്ട് കാണുന്ന ആ ശരീരത്തെ പരമരസസുധാംബോധിപുരേ രമേരൻ, പരമാനന്ദമാകുന്ന അമൃത സമുദ്രത്തിൻ്റെ തിരകളിൽ കിടന്ന് ആഹ്ലാദം കൊള്ളുക. അല്ലയോ മായാസംബന്ധമില്ലാത്ത മഹാപുരുഷ ഗുരുവായൂരപ്പ, ജീവാത്മാക്കൾക്ക് പലതരത്തിലുള്ള സംസാര ദുഃഖത്തിനുള്ള കാരണമായ അങ്ങയുടെ സൃഷ്ടികർമ്മം വളരെ കഷ്ടമായിട്ടുള്ളതാണെന്ന് എനിക്ക് മുമ്പ് തോന്നിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നില്ല. കാരണം ഇപ്രകാരം അങ്ങ് സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ജീവാത്മാക്കൾക്ക് അങ്ങയെ ദർശിക്കുവാൻ കഴിയുമോ? എങ്ങനെയുള്ള ശരീരമാണ് ഭഗവാന്റേത്? ചിദാനന്ദാമൃതമയമാണ്, അത്യന്തം വിവരിക്കുവാൻ പറ്റാത്ത വിധം മനോഹരമാണ്. അങ്ങനെയുള്ള ശരീരത്തെ, അങ്ങയുടെ തിരുവുടലിനെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും പാനം ചെയ്ത്, അതായത് നല്ലവണ്ണം മനസ്സിൽ ആസ്വദിച്ചുകൊണ്ട് പരമാനന്ദാമൃത സമുദ്രത്തിൽ എങ്ങനെയാണ് ക്രീഡിക്കുക? അങ്ങ് സൃഷ്ടി ചെയ്തത് കൊണ്ടാണല്ലോ അങ്ങയുടെ മനോഹരമായ ശരീരത്തെ കണ്ടുകൊണ്ടും ആസ്വദിക്കുവാൻ എല്ലാവർക്കും ഭാഗ്യം ലഭിച്ചത്. ജനങ്ങൾ എത്ര ഭാഗ്യവാന്മാർ. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതര ഭവഖേദാവഹ ജീവഭാജാം ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമദ്യാഭിജാനേ. നോ ചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം നേത്രൈഃ ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംബോധിപൂരേ രമേരൻ. ശ്ലോകം 8. നമ്രാണാം സന്നിധത്തെ സതതമഭി പുരസ്തൈരനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫലപാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടി ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. നമ്രാണാം സന്നിധത്സേ സതതം അഭി പുരഃ തൈഃ അനഭ്യർത്ഥിതാനപി അർത്ഥാൻ കാമാൻ അജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യ നിരവധികഫലഃ പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടി ധ്രുമം അഭിലഷതി വ്യർത്ഥം അർത്ഥിവ്രജോയം. നമ്രാണാം പുരഃ സതതമഭി സന്നിധത്സേ, അങ്ങയെ നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ അങ്ങ് എപ്പോഴും സന്നിധാനം ചെയ്യുന്നു, പ്രത്യക്ഷമാകുന്നു എന്നർത്ഥം. തൈഹി അന്യഭ്യർത്ഥിതാൻ അഭി അർത്ഥാൻ കാമാൻ, ആ നമസ്കരിക്കുന്നവർ ആവശ്യപ്പെടാതെ തന്നെ കാര്യങ്ങളെ
അഭിഷ്ടങ്ങളെ നടത്തിക്കൊടുക്കുന്ന പരമാനന്ദ സാന്ദ്രാം ഗതിം ച, പരമാനന്ദം നിറഞ്ഞ ആ ഗതിയെയും പരമാനന്ദരൂപമായ മോക്ഷത്തെയും തന്നെ അജസ്രം വിതരസി, എപ്പോഴും അവിടുന്ന് നൽകുന്നു. ഇത്തം, ഇങ്ങനെ ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് ഹരേ ത്വാം, ഹേ മഹാവിഷ്ണു, അങ്ങ് നിശേഷലഭ്യക നിരവധി ഫലക പാരിജാതക, എല്ലാവർക്കും ലഭ്യവും അനവധി ഫലങ്ങളുമായുള്ള സാക്ഷാൽ കൽപ്പവൃക്ഷമാകുന്നു. അയം അർത്തിവ്രജക. അപ്പോൾ ഈ ആവശ്യക്കാർ ക്ഷുദ്രം തം ചക്രവാടീ ധ്രുമം അഭിലക്ഷതി വ്യർത്ഥം, ഇന്ദ്രൻ്റെ തോട്ടത്തിലെ ഈ ക്ഷുദ്രമായ, അതായത് നിസ്സാരമായ മരത്തെ, അത് കൽപ്പവൃക്ഷമായാലും അതിനെ ആഗ്രഹിക്കുന്നത് വെറുതെയാണ്. അല്ലയോ ഭഗവാൻ ഗുരുവായൂരപ്പ, അങ്ങ് നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ എപ്പോഴും പ്രത്യക്ഷമാവുകയും ചെയ്യും. അവർ അപേക്ഷിക്കാതെ തന്നെ അവരുടെ എല്ലാ ഇഷ്ടങ്ങളെയും, അതുമാത്രമോ പരമാനന്ദ സ്വരൂപമായ മോക്ഷത്തെയും യഥോചിതം ദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇങ്ങനെ അങ്ങ് എല്ലാവർക്കും ലഭിക്കുവാൻ കഴിയുന്നതും അനവധി ഫലങ്ങളോടു കൂടിയതുമായ ഒരു വിശേഷപ്പെട്ട പാരിജാതം തന്നെയാണ്. ആഗ്രഹിക്കുന്നവർക്ക് അവയെ നൽകുന്ന കൽപ്പവൃക്ഷമാണ് സാക്ഷാത് പാരിജാത വൃക്ഷം. അത് ഇന്ദ്രൻ്റെ തോട്ടത്തിലാണുള്ളത്. ഇന്ദ്രൻ്റെ തോട്ടത്തിലുള്ള നിസ്സാരമായ ആ മരത്തെ ഫലം ആഗ്രഹിക്കുന്ന ജനങ്ങൾ വെറുതെ ആദരിക്കുന്നു. പരമാനന്ദ സ്വരൂപമായി ഫലങ്ങളെ നൽകുന്ന, ദാനം ചെയ്യുന്ന, നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ പ്രത്യക്ഷമാകുന്ന സാക്ഷാത് മഹാവിഷ്ണു തന്നെ, ഗുരുവായൂരിൽ വസിക്കുന്ന ആ ശ്രീകൃഷ്ണനെ തന്നെ എല്ലാവർക്കും സുലഭമായി ലഭ്യമാണ്. നമ്രാണാം സന്നിധത്തെ സതതമഭി പുരസ്തൈരനഭ്യർത്ഥിതാനഭി അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫല പാരിജാതോ ഹരേ ത്വം ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. ശ്ലോകം 9. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. കാരുണ്യാത് കാമമന്യേ ദദതി ഖലു പരേ സ്വാത്മതഃ ത്വം വിശേഷാത് ഐശ്വര്യാത് ഈശതേ അന്യേ ജഗതി പരജനേ സ്വാത്മനഃ അഭി ഈശ്വരഃ ത്വയി ഉച്ചൈഃ ആരമന്തി പ്രതിപഥമധുരേ ചേതനാ സ്ഫീതഭാഗ്യാഃ ത്വം ച ആത്മരാമ ഏവ ഇതി അതുലഗുണഗണോദ്ധാര ശൗരേ നമസ്തേ. പരേ അന്യന്മാർ കാരുണ്യാത്, കാരുണ്യം കാരണമായിട്ട്, ദയ കാരണമായിട്ട്, അന്യം കാമം ദദതി ഖലു ത്വാം വിശേഷാൻ സ്വാത്മതഃ, അന്യം കാമം ദദതി, മറ്റു വല്ല അഭിഷ്ടവും കൊടുക്കുന്നവല്ലോ, ഖലു ത്വാം വിശേഷാൻ സ്വാത്മനഃ, അങ്ങാകട്ടെ വിശേഷിച്ചും അസാധാരണമായ കാരുണ്യത്താൽ ആത്മാവിനെ തന്നെ ദാനം ചെയ്യുന്നവനാകുന്നു, സായുജ്യം നൽകുന്നവനാകുന്നു. അന്യേഹ, മറ്റുള്ളവർ, അതായത് മറ്റു ദേവന്മാർ, ഐശ്വര്യാത്, ഈശ്വരത്വം, ഐശ്വര്യം കാരണമായിട്ട്, ജഗത് പരജനേ ഈശദേഹേ, ലോകത്തിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ മാത്രം ഈശ്വരത്വം ഉള്ളവരാകുന്നു. ത്വാം സ്വാത്മനഃ അഭി, അങ്ങ് സ്വാത്മാവിനും കൂടിയും
ഈശ്വരനാകുന്നു. തനിക്ക് തന്നെയും ഈശ്വരൻ. സ്ഫീതഭാഗ്യാഹ ചേതനാഹ, ഭാഗ്യശാലികളായ ജീവാത്മാക്കൾ, പ്രതിപദമധുരേ ത്വയി, അങ്ങയെ വിഷയമാക്കിക്കൊണ്ട് മനോഹരമായ നിൻ തിരുവടിയിൽ ആനന്ദിക്കുന്നു, രസിക്കുന്നു. ഉച്ചൈഹി ആരമന്തി, എന്തെന്നില്ലാത്ത ഒരു ആനന്ദം കൈക്കൊള്ളുന്നു. ത്വാം ച ആത്മരാമാഹ ഏവ, അവിടുന്നാകട്ടെ ആത്മരാമനാണ്, തന്നിൽ തന്നെ ആഹ്ലാദം കൊള്ളുന്നവനാണ്. ഇതി അതുല ഗുണഗണാധാര ശൗരേ തേ നമഃ, ഇപ്രകാരം അനുപമങ്ങളായ അനേകം ഗുണങ്ങൾക്ക് ആസ്പദമാക്കിയിട്ടുള്ള ശൗരേ, അങ്ങയ്ക്ക് നമസ്കാരങ്ങൾ. അന്യദേവന്മാർ ഭക്തന്മാരിലുള്ള വാത്സല്യത്താൽ കരുണയാൽ അവർക്ക് മറ്റഭിഷ്ടങ്ങളെയെല്ലാം കൊടുക്കും. എന്നാൽ അങ്ങാകട്ടെ അവരെയെല്ലാം കവച്ചു വെച്ച് തൻ്റെ സ്വരൂപമായ മോക്ഷത്തെയും കൊടുക്കുന്നു. മറ്റുള്ള ദേവന്മാർ അന്യർക്ക് മാത്രം ഈശ്വരന്മാരാകുന്നു, അങ്ങാകട്ടെ തൻ്റെയും ഈശ്വരനാണ്. അതായത് തന്നെ തന്നെ ജീവാത്മാവിൻ്റെ സ്വരൂപത്തിൽ സംസാരത്തിൽ പ്രവേശിക്കുന്നതിനും അതേ അവസരത്തിൽ തന്നെ ആത്മാനന്ദത്തെ അനുഭവിപ്പിക്കുന്നതിനും ശക്തനാകുന്നു. ഭാഗ്യശാലികളായ ജീവാത്മാക്കൾ അത്യന്തം മനോഹരമായ നിൻ തിരുവടിയിൽ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുന്നു. എന്നാൽ അങ്ങിൽ തന്നെ രമിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരം മറ്റാർക്കുമില്ലാത്ത അനേക ഗുണങ്ങൾക്ക് ആശ്രിതഭൂതനായ ഭഗവാനെ ഗുരുവായൂരപ്പ, നിൻ തിരുവടിക്ക് നമസ്കാരം. ഇവിടെ മഹാവിഷ്ണുവിനുള്ള വിശേഷങ്ങളെയാണ് എടുത്തു പറയുന്നത്. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത് ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം ത്വയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാ ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. ശ്ലോകം 10. ഭഗവാൻ എന്ന പേരിനെ ശരിക്കും അർഹിക്കുന്നത് ശ്രീ മഹാവിഷ്ണു തന്നെയാണെന്ന് ഈ ശ്ലോകത്തിൽ കൂടി എടുത്തു പറയുന്നു. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഗവാർത്താ തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജഃ സംഹാരി വീര്യം വിമലമഭി യശോ നിഷ്പൃഹൈഃ ച ഉപഗീതം അംഗാസംഗാ സദാ ശ്രീഃ അഖിലവിദ് അസി ന ക്വാപി തേ സംഘവാർത്താ തത് വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയഃ അസി. ഐശ്വര്യം, ഈശ്വരത്വം, തേജസ്, ചൈതന്യം എന്നെല്ലാം പറയാം. ശങ്കരാദീശ്വര വിനിയമനം, ശ്രീ പരമേശ്വരൻ മുതലായ ഈശ്വരന്മാരെ കൂടി വിശേഷിച്ചും നിയമിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. വീര്യം വിശ്വതേജോഹരാണാം തേജഃ സംഹാരി, അവിടെ വീര്യം സർവ തേജസ്സുകളുടെയും പിടിച്ചെടുക്കുന്നവരുടെ, അതായത് സൂര്യൻ, അഗ്നി മുതലായവരുടെ തേജസ്സിനെയും കീഴ്പ്പെടുത്തുന്നതാണ് അങ്ങയുടെ ശക്തി. വിമലം യശഃ അഭി, സംശുദ്ധമായ യശസ്സും. നിസ്പൃഹൈഃ ച ഉപഗീതം, ഒന്നിലും കാംക്ഷയില്ലാത്ത സിദ്ധന്മാരാൽ പോലും പുകഴ്ത്തപ്പെടുന്നു. നിസ്സംഗന്മാരായ മുനിമാർ പോലും പാടിപ്പുകഴ്ത്തുന്നു. ശ്രീഹി സദാ അംഗാ സംഘ, സാക്ഷാൽ ലക്ഷ്മീദേവി എപ്പോഴും
അവിടുത്തെ തിരുവുടലിനെ അതിൽ താത്പര്യം കാട്ടിക്കൊണ്ട് വർത്തിക്കുന്നു. അങ്ങയുടെ വക്ഷസ്ഥലത്തെ ആശ്രയിക്കുന്നു. അഖിലവിദ് അസി, അങ്ങ് സർവജ്ഞനാകുന്നു. സംഘവാർത്ത തേ ന ക്വാബി, ആസക്തിയുടെ കഥ പോലും പറയുവാൻ അങ്ങക്ക് ഒന്നുമില്ല. തത് വാദാകാരവാസിൻ, ആകയാൽ അല്ലയോ ഗുരുവായൂരപ്പ, മുരഹര ഭഗവത് ശബ്ദ മുഖ്യാശ്രയ അസി, മുരാന്തക, അവിടുന്ന് ഭഗവാൻ എന്ന പേരിന് പ്രധാനാശ്രയമാകുന്നു. അങ്ങ് 6 ഗുണങ്ങളും നിറഞ്ഞ ഭഗവാൻ തന്നെയാണ്. അങ്ങക്ക് ശിവൻ മുതലായ ഈശ്വരന്മാരെ നിയമിക്കുന്നതിനും വേണ്ട അധികാരമുണ്ട്. അവരെ തൻ്റെ ചൊൽപ്പടിക്ക് നിർത്തുന്നുവെന്നർത്ഥം. ലോകം മുഴുവനും കീഴടക്കുന്നവരുടെ തേജസ്സിനെ സംഹരിക്കത്തക്ക വീര്യമുണ്ട്. അങ്ങയുടെ കീർത്തിയാകട്ടെ പരിശുദ്ധി ഉണ്ടാക്കുന്നു. നിസ്സംഗന്മാരായ കാംക്ഷയില്ലാത്ത സിദ്ധന്മാർ പോലും പാടി പുകഴ്ത്തുന്നു. അങ്ങക്ക് എല്ലാം അറിയാം. ഒരു വിഷയത്തിലും അങ്ങക്ക് ആസക്തിയുള്ളതായി കേട്ടിട്ട് പോലുമില്ല. ലക്ഷ്മി ദേവി എപ്പോഴും അങ്ങയുടെ വക്ഷസ്ഥലത്തെ ആശ്രയിച്ചിരിക്കുന്നു. കാരണം യശസ്സിൻ്റെ 6 ഗുണങ്ങളും അതിൻ്റെ ലക്ഷണങ്ങളും അങ്ങയിൽ തികഞ്ഞിരിക്കുന്നു. ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നുള്ള 6 ലക്ഷണങ്ങളും അങ്ങയിൽ തികഞ്ഞിട്ടുള്ളത് കൊണ്ട് ലക്ഷ്മി എപ്പോഴും ഭഗവാന്റെ കൂടെ തന്നെ സ്ഥിതി ചെയ്യുന്നു. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങേ തന്നെയാണ് ഭഗവാനെന്ന് പറയേണ്ടത്. ശ്രീ മഹാവിഷ്ണു തന്നെയാണ് ഭഗവാൻ എന്ന പേരിന് ശരിക്കും അർഹിക്കുന്നത്. ഗുരുവായൂരിലും മഹാവിഷ്ണു തന്നെയാണല്ലോ സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ ശ്രീ ഗുരുവായൂരപ്പ ഭഗവാനെ എന്ന് വിളിക്കാം. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം തേജസ്സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം അംഗാസംഗാ സദാ ശ്രീരഖില വിദസിന ക്വാപി തേ സംഘവാർത്ത തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി. ഭാഗവതോത്തമനായ ശ്രീ ഭട്ടതിരി 1-ാമത്തെ ദശകത്തിൽ ഭഗവാന്റെ നിഷ്കളമായ, അതായത് പരിശുദ്ധമായ സത്വസ്വരൂപമായ സ്വരൂപത്തെയും മാഹാത്മ്യത്തെയും വർണ്ണിച്ചു. സകളമായ ഭഗവത് സ്വരൂപത്തെയും അതിൻ്റെ ഗുണങ്ങളെയും ഭക്തിമഹത്വത്തെയും 2-ാമത്തെ ദശകത്തിൽ ഉപാദിച്ചിരിക്കുന്നു. ഭാഗവതത്തിലുള്ളതുപോലെ തന്നെ ഭഗവാന്റെ സ്വരൂപവർണ്ണനവും ശ്രുതിമധുരമാം വിധത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഭക്തന്മാരുടെ നിരന്തര ധ്യാന പരിശീലനത്തിന് ഈ സ്വരൂപവർണ്ണന വളരെയധികം പ്രയോജനം ചെയ്യും. ഇതെല്ലാം ശ്രീമൻ നാരായണീയത്തിനുള്ള ഒരു മാഹാത്മ്യം തന്നെയാണ്. ശ്ലോകങ്ങളുടെ മുഴുവനും പാരായണം. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിദം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. ഏവം ദുർലഭ്യവസ്തുന്യപി സുലഭതയാ ഹസ്തലബ്ധേയതന്യത് തന്വാ വാചാ ധിയാ വാ ഭജതി ബദജനഃ ക്ഷുദ്രതൈവ സ്ഫുടേയം. ഏതേതാവദ്വയം തു സ്ഥിരതരമനസാ വിശ്വപീഡാപഹത്यै.
നിശേഷാത്മാനമേനം ഗുരുപവനപുരാധീശമേവാശ്രയാമ. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതൈർഭൂതേന്ദ്രിയൈസ്തേ വപുരിതി ബഹുശഃ ശ്രൂയതേ വ്യാസവാക്യം. തത്സ്വച്ഛത്വാദ്യദച്ഛാദിതപരസുഖജിത് ഗർഭനിർഭാസരൂപം തസ്മിൻ ധന്യാരമന്ദേ ശ്രുതിമതിമധുരേ സുഗ്രഹേ വിഗ്രഹേ തേ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മലബ്രഹ്മസിന്ധൗ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ. കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചഃ ത്വത്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യൽക്രിയാമീക്ഷണാഖ്യാം. തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാഭികൽപ്പാദികാലേ. തസ്യാസം ശുദ്ധമംശം കമപി തമതിരോധായകം സത്വരൂപം. സത്വം ധൃത്വാ ദധാസി സ്വമഹിമ വിഭവാഗുണ്ഠവൈകുണ്ഠരൂപം. തത്തേ പ്രത്യഗ്രധാരാധരലളിതകളായാവലീ കേളികാരം ലാവണ്യസ്യൈകസാരം സുഹൃദിജനദൃശാം പൂർണ്ണപുണ്യാവതാരം. ലക്ഷ്മീനിശങ്കലീലാനിലയനമമൃതസ്യന്തസന്തോഹമന്ദ സിഞ്ചത്സഞ്ചിന്തകാനാം വപുരനുകലയേ മാരുതാകാരനാഥ. കഷ്ടാതേ സൃഷ്ടിചേഷ്ടാ ബഹുതരഭവഖേദാവഹാ ജീവഭാജാം. ഇത്യേവം പൂർവമാലോചിതമജിതമയാ നൈവമദ്യാഭിജാനേ. നോചേജ്ജീവാ കഥം വാ മധുരതരമിദം ത്വദ്വപുശ്ചിദ്രസാർദ്രം. നേത്രൈः ശ്രോത്രൈശ്ച പീത്വാ പരമരസസുധാംഭോധിപൂരേരമേരൻ. നമ്രാണാം സന്നിധത്തെ സതതമഭി പുരസ്തൈരനഭ്യർത്ഥിതാനഭി. അർത്ഥാൻ കാമാനജസ്രം വിതരസി പരമാനന്ദസാന്ദ്രാം ഗതിം ച. ഇത്തം നിശേഷലഭ്യോ നിരവധികഫലപാരിജാതോ ഹരേ ത്വം. ക്ഷുദ്രം തം ശക്രവാടീ ദ്രുമമഭിലഷതി വ്യർത്ഥമർത്ഥിവ്രജോയം. കാരുണ്യാത് കാമമന്യം ദദതി ഖലു പരേ സ്വാത്മതസ്ത്വം വിശേഷാത്. ഐശ്വര്യാദീശദേന്യേ ജഗതി പരജനേ സ്വാത്മനോപീശ്വരസ്ത്വം. ത്വയ്യുച്ഛൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്ഫീതഭാഗ്യാ. ത്വം ചാത്മാ രാമ ഏവേത്യതുലഗുണഗണാധാര ശൗരേ നമസ്തേ. ഐശ്വര്യം ശങ്കരാദീശ്വര വിനിയമനം വിശ്വതേജോഹരാണാം. തേജഃ സംഹാരി വീര്യം വിമലമഭിയശോ നിസ്പൃഹൈശ്ചോപഗീതം. അംഗാസംഗാ സദാ ശ്രീരഖിലവിദസിന ക്വാപി തേ സംഗവാർത്താ. തദ്വാദാകാരവാസിൻ മുരഹര ഭഗവത് ശബ്ദമുഖ്യാശ്രയോസി.
സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.